വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും സീരീസ് വിച്ച് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഇൻഫിനിറ്റ് സംസ് which we have represented in terms of a sequence, and the series is actually the limit of a special class of sequence. The sequence is called the sequence of partial sums. So now we are going to discuss about some class of sequence series and its limit, or rather than some class of series and its sum. ചില സ്പെഷ്യൽ ക്ലാസ് ഓഫ് സീരീസും അതിൻ്റെ സമ്മുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് the geometric series summation n is equal to 1 to infinity r raised to n. Okay, which is a series associated with a sequence where xn is equal to r raised to n, where r is some real number, r belongs to r. We have to prove that whether or not this series actually converges or the sum exists. Now the sum is summation n is equal to 1 to infinity r raised to n is actually I think 0 to infinity ആണ് better എന്ന് തോന്നുന്നു. So r raised to 0 plus r raised to 1 plus r square plus etc. which is equal to 1 plus r square plus etc. Okay, so ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എഴുതി പ്രൂവ് ചെയ്യാന്നുള്ളതാണ്. സോ S1 is equal to first term is r raised to 0 is 1. S2 is equal to 1 plus r. S3 is equal to 1 plus r square. S4 is equal to 1 plus r square plus r cube. In general, so S4 എടുത്തപ്പോൾ r raised to 3 വരെ വന്നു, S3 എടുത്തപ്പോൾ r square വന്നു, S2 എടുത്തപ്പോൾ r raised to 1 വന്നു. So in general, Sn should be equal to 1 plus r square plus etc. plus r raised to n minus 1. Okay, so this is the general term of our sequence. This sequence is the sequence of partial sums associated with this series. Okay, now ഈ സീരീസ് കൺവേർജ് ചെയ്യണമെങ്കിൽ ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിന് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കണം. ദാറ്റ്സ് ദ ബേസിക് ഐഡിയ. ഓക്കെ, സോ we have to prove that whether limit Sn exists or not. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ Sn ഈസ് ദിസ്. സോ ഞാൻ Sn r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എൻ്റെ കൺവീനിയൻസിന് വേണ്ടി. Sn ഇൻറ്റു r ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു r ഇസ് r, അതായത് Sn ഈസ് ഈക്വൽ ടു 1 പ്ലസ് r സ്ക്വയർ പ്ലസ് എക്സെട്ര r റൈസ് ടു n മൈനസ് 1 ആണ്. സോ Sn r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഈച്ച് ഓഫ് ദ ടേം ഈസ് മൾട്ടിപ്ലൈഡ് ബൈ r. സോ 1 ഈസ് മൾട്ടിപ്ലൈഡ് ബൈ r ഈസ് r, plus r is multiplied by r is r square. Next is r cube plus etc. plus last term is r raised to n minus 1 നെ r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ r raised to n ആവും. Now ഈ Sn-ഉം Sn-ഉം തമ്മിൽ ഒബ്സർവ് ചെയ്താൽ കോമൺ ആയിട്ട് കുറേ ടേംസ് ഉണ്ട്. r കോമൺ ആണ്, r സ്ക്വയർ കോമൺ ആണ്, r ക്യൂബ് കോമൺ ആണ്. അപ്പ് അണ്ടിൽ ഇതിൻ്റെ r raised to n-ൻ്റെ തൊട്ട് മുമ്പത്തെ ടേം r raised to n minus 1 വരെയുള്ള ടേംസ് കോമൺ ആണ്. സോ ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ വി ക്യാൻ ഈസിലി ഒബ്സർവ് ദാറ്റ് ദ ടേംസ് അപ്പ് ടു r raised to n minus 1 വിൽ ഗെറ്റ് ക്യാൻസൽഡ്. സോ നെക്സ്റ്റ് ഈസ് Sn മൈനസ് Sn എടുക്കുന്നു. Sn മൈനസ് Sn എടുക്കുമ്പോൾ Sn ഈസ് 1 പ്ലസ് r പ്ലസ് എക്സെട്ര പ്ലസ് r raised to n minus 1 മൈനസ് r പ്ലസ് r സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് r raised to n minus 1 plus r raised to n. Now കോമൺ ആയിട്ടുള്ള ടേംസ് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുന്നു. r അപ്പോൾ ക്യാൻസൽ ചെയ്ത് കളയാം, r സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കളയാം, അപ് ടു r raised to n minus 1 വരെയുള്ള എല്ലാ ടേംസും ക്യാൻസൽ ചെയ്ത് കളയാം.
സോ ദ റിമൈനിങ് ടേം ഈസ് 1 ഇവിടെ ഉണ്ട്, 1 ഇവിടെ ക്യാൻസൽ ചെയ്യാനില്ല, 1 ഇവിടെ റൈറ്റ് സൈഡിൽ 1 ഇല്ല. സോ r⁻n−1 വരെയുള്ള എല്ലാ ടേംസും ക്യാൻസൽ ചെയ്ത് കളയുന്നു. നെക്സ്റ്റ് ഈസ് ലാസ്റ്റ് ടേം ഈസ് -r⁻n. സോ ദ ആൻസർ ഈസ് Sn minus r(Sn) is equal to 1 minus r⁻n എന്ന് കിട്ടും. ഓക്കെ, നൗ Sn ലെഫ്റ്റ് സൈഡിൽ കോമൺ ആണ്. സോ Sn ഇൻറ്റു 1 minus r is equal to 1 minus r⁻n. So Sn can be written as 1 minus r⁻n divided by 1 minus r. ഓക്കെ, അങ്ങനെയാണ് ആക്ച്വലി നമ്മൾ ജനറലി 1 പ്ലസ് ആർ പ്ലസ് എക്സെട്ര r⁻n−1 വരെയുള്ള ടേംസിൻ്റെ സമ്മ് ഈസ് 1 മൈനസ് r⁻n ഡിവൈഡ് ബൈ 1 മൈനസ് r. സോ ഇങ്ങനെയാണ് 1 പ്ലസ് ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര r⁻n−1 becomes 1 മൈനസ് r⁻n ഡിവൈഡഡ് ബൈ 1 മൈനസ് r. പക്ഷെ നമുക്കിതല്ല വേണ്ടത്, നമുക്കിതിൻ്റെ ലിമിറ്റാണ് വേണ്ടത്. ഓക്കെ, സോ Sn നമ്മളിതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് ഇതിനെ 1 ബൈ 1 മൈനസ് r മൈനസ് r⁻n ഡിവൈഡഡ് ബൈ 1 മൈനസ് r. ഓക്കെ, സോ Snൻ്റെ ലിമിറ്റാണ് നമുക്ക് വേണ്ടത്. Sn കൺവേർജസ് ടു സം നമ്പർ ആണോ എന്നാണ് നമുക്ക് വേണ്ടത്. സോ Sn ഷുഡ് ബി ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1 മൈനസ് r മൈനസ് r⁻n ഡിവൈഡ് ബൈ 1 മൈനസ് r. ഇനി നമുക്ക് ആറിൻ്റെ വാല്യൂ r⁻n എന്നുള്ള സീക്വൻസിൻ്റെ വാല്യൂ അറിയാം നമുക്ക്. ഓക്കെ, സോ r⁻n converges to 0 whenever 0 less than r less than 1. ഓക്കെ, സോ ഈ സീക്വൻസ് കൺവേർജസ് ടു 1 ആണ്. r⁻n എന്നുള്ള സീക്വൻസ് കൺവേർജസ് ടു 0 ആണ്. ആറിൻ്റെ വാല്യൂ 0യ്ക്കും 1നും ഇടയിലാവും. സോ നമുക്കിതിനെ ഈ ടേമിനെ Sn is equal to 1 by 1 minus r minus r⁻n divided by 1 minus r can be written as Sn minus 1 divided by 1 minus r should be equal to minus r⁻n divided by 1 minus r എന്ന രീതിയിൽ എഴുതാം. ഈ ടേമിൽ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നേ ഉള്ളൂ. സോ മോഡുലസ് ബിക്കംസ്, മോഡുലസ് എടുക്കുമ്പോൾ മോഡുലസ് ഓഫ് Sn minus 1 divided by 1 minus r should be equal to modulus of this, modulus of r⁻n divided by modulus of 1 minus r. ഇനി r is equal to 1 ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നില്ല, ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, സോ r ലെസ് ദാൻ 1 ആണെങ്കിൽ, 0യ്ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ r⁻n ഗോസ് ടു 0 എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അല്ലെങ്കിൽ ഇൻ ജനറൽ മോഡുലസ് ഓഫ് r ലെസ് ദാൻ 1 ആണെങ്കിൽ, കുറച്ചുകൂടെ ബെറ്റർ അപ്രോക്സിമേഷന് മോഡുലസ് ഓഫ് r ലെസ് ദാൻ 1 ആണെങ്കിൽ r⁻n ഗോസ് ടു 0. ഓക്കെ, സോ 1 ഡിവൈഡ് ബൈ 1 മൈനസ് r എന്നുള്ളത് ഒരു ഫിക്സഡ് നമ്പറാണ്. ഓക്കെ, ഇറ്റ്സ് എ സം കോൺസ്റ്റന്റ് എന്ന് കൊടുക്കാം. സോ r⁻n go to 0 whenever modulus of r is less than 1, which implies modulus of r⁻n goes to 0 എന്നുള്ള ഡെഫിനിഷനിൽ നിന്ന് modulus of r⁻n minus 0 should be less than epsilon after a certain stage. That is modulus of r⁻n minus 0 less than epsilon for all n greater than or equal to some k. Since r⁻n goes to 0 whenever modulus of r is less than 1. Okay, so 1 divided by modulus of 1 minus r ne, if we choose as m. Okay, so this can be written as, in equation number 1 എന്ന് കൊടുത്താൽ 1 can be written as modulus of Sn divided by 1 divided by 1 minus r should be less than epsilon by m. അതിന് നമ്മൾ epsilon 1 എന്ന് കൊടുക്കാം. For all n greater than or equal to k. ഓക്കെ, സോ എപ്സിലോൺ ഒരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് epsilon 1 ഒരു പോസിറ്റീവ് നമ്പറാണ്. സോ വിച്ച് മീൻസ് ദാറ്റ്
For every epsilon 1 greater than 0, there exists a k such that modulus of Sn minus 1 divided by 1 minus r is less than epsilon 1 for all n greater than or equal to k. Okay, so which means that our sequence Sn converges to 1 divided by 1 minus r whenever modulus of r is less than 1. Okay, and ഇനി ആറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ r raised to n, ഈ r raised to n എന്നുള്ള ക്വാണ്ടിറ്റി ക്യാൻ ബി ഗ്രേറ്റർ ദാൻ എനി നമ്പർ. ഓക്കെ, സോ വിച്ച് മീൻസ് ദാറ്റ് മോഡുലസ് ഓഫ് Sn മൈനസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് r ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സം എപ്സിലോൺ എന്ന് എഴുതാൻ പറ്റും. ഇൻ ദാറ്റ് കേസ് ദ സീക്വൻസ് ഡസ് നോട്ട് കൺവേർജ്. സോ നമ്മൾ ഡിഫൈൻ ചെയ്ത സമ്മിൻ്റെ വാല്യൂ അതിനെ ഒരു സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടിയത്, സോ ലിമിറ്റ് n tends to infinity Sn which is equal to summation n is equal to 0 to infinity r raised to n should be equal to 1 divided by 1 minus r whenever modulus of r is less than 1. Okay, so this series is actually convergent and it converges to 1 divided by 1 minus r. Okay, ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. as n tends to infinity ആകുമ്പോൾ r raised to n tends to 0 whenever modulus of r is 1. So this part goes to 0, which means limit Sn should be equal to 1 divided by 1 minus r എന്ന് എഴുതാൻ സാധിക്കും. ലിമിറ്റ് എസ് എൻ ആണ് ശരിക്കും സമ്മേഷൻ ആർ ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ആർ റൈസ് ടു എൻ എന്ന് പറയുന്നത്. സോ നമുക്ക് സമ്മേഷൻ ആർ ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ആർ റൈസ് ടു എൻ ഷുഡ് ബി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ച് നമുക്ക് ജനറലായിട്ട് എ സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി, ഓക്കെ, എ ആർ റൈസ് ടു എന്നാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ, ഓക്കെ, വിച്ച് ഈസ് ആക്ച്വലി എ പ്ലസ് AR plus AR square plus etc., which is actually a times summation n is equal to 0 to infinity r raised to n. ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം 1 ഡിവൈഡ് ബൈ 1 മൈനസ് ആർ. സോ ദിസ് ഈസ് ആക്ച്വലി എ ഡിവൈഡ് ബൈ 1 മൈനസ്. സോ ഇങ്ങനെയാണ് ആക്ച്വലി ഒരു ജോമെട്രിക് സീരീസിൻ്റെ സമ്മ് എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ എന്ന് കിട്ടുന്നത് whenever modulus of r is less than 1. സോ ഒരു ജോമെട്രിക് സീരീസ്, the sum of a geometric series is always a divided by 1 minus r whenever modulus of r is less than 1.